ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. റവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല. അതുമാത്രമല്ല, നമ്മൾ സാധാരണ ഇതിൽ ഏതൊക്കെ കറികളുടെ കൂടെയാണോ നമുക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം, ആ ഒരു കറികളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. ഇറച്ചിക്കറികളുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ അങ്ങനെ എന്ത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരുന്നതാണിത്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണിത്. നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരുന്നു. അതിന്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഉഴുന്ന് എടുത്തിട്ടുള്ളത് ബോൾ ഉഴുന്നാണ്. ഒട്ടും വെള്ളത്തിന്റെ അംശമില്ലാതെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. മെഷർമെന്റ് കപ്പിന്റെ 1/4 കപ്പ് അളവിനാണ് ഞാനിവിടെ ഈ ഒരു ഉഴുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ടിയായിട്ടുള്ള തൈര് വേണം. 2 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളിയുള്ള തൈരാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു റവ കൊണ്ടുള്ള ഇഡ്ഡലിക്ക് ഭയങ്കര ടേസ്റ്റാണ് കുറച്ച് പുളിയുണ്ടെങ്കിൽ. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസിന്റെ കണക്കനുസരിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. റേഷനരി ചോറോ സാധാ അരിയുടെ ചോറോ ഏതായിരുന്നാലും ഇതേ അളവിൽ തന്നെ എടുക്കുക. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കാതെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്താലേ ഇത് കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ പരുവം തെറ്റിപ്പോവും. ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതായത് മെഷർമെന്റ് കപ്പിന്റെ 1/2 കപ്പിനാണ് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ പരുവം കറക്റ്റ് ആയോ എന്ന് നോക്കുക. റവ ആയതുകൊണ്ട് തന്നെ ഇത് കുതിർന്നു വരും. അപ്പോൾ ഇത് ഒന്നുകൂടെ ടൈറ്റ് ആയിട്ട് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ഇത് വെച്ച് കൊടുക്കാനായിട്ട്. ലാസ്റ്റായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് 3 കപ്പ് വെള്ളമാണ്. അതായത് മെഷർമെന്റ് കപ്പിന്റെ 1/2 കപ്പിന്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. സാധാരണ ഇഡ്ഡലിക്കൊക്കെ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന പോലെ ഒരു രാത്രി മുഴുവൻ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഞാനിവിടെ വെച്ചിരുന്നത് 3.5 മണിക്കൂറാണ് ഞാനിവിടെ വെച്ചിരുന്നത്. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരച്ച് വെക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്ന പോലെയൊന്നും ഇത് പൊങ്ങി വരുന്നില്ല. അപ്പോൾ ആ ഇഡ്ഡലിക്ക് വേണ്ടി അരച്ച് വെക്കുന്ന ആ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവത്തിൽ തന്നെയാണ് ഇത് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിനായി ഞാനിവിടെ ആദ്യം ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്പൂൺ വെച്ച് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു മാവിന്റെ കറക്റ്റ് പരുവം കോരി കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കറക്റ്റ് ഒരു പരുവം. കാണാൻ നല്ല ഭംഗിയായിട്ട് നല്ല ബോൾ ഷേപ്പിലുള്ള അടിപൊളി ഇഡ്ഡലി കിട്ടണമെന്നുണ്ടെങ്കിൽ ബൗളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് കറി ബൗളിൽ ചെറിയ കറി ബൗൾ ഉണ്ടെങ്കിൽ അതൊരു 3-4 എടുത്തിട്ട് അതിലേക്ക് എണ്ണ തടവിയിട്ട് അതിലൊഴിച്ചു കൊടുക്കുക. ഹോളുള്ള അരിപ്പത്തട്ടിൽ വെച്ച് കൊടുത്തിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഷേപ്പിൽ കിട്ടും. എൻ്റെ ഇവിടെ അങ്ങനത്തെ ചെറിയ ബൗൾസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സാധാരണ ഇഡ്ഡലി തട്ടിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇഡ്ഡലി ചെമ്പിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ആവിയേറ്റി വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് സമയമാകുമ്പോഴേക്ക് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി ഇഡ്ഡലി റെഡിയായി കിട്ടും.
വെന്തതിന് ശേഷം ഈ ഒരു ഇഡ്ഡലി തട്ട് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇതുപോലെ തന്നെ എല്ലാം ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അകം വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഞെക്കി നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ കാണാനും നല്ല ഭംഗിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.